ഫൈൻഡ് യുവർ പാഷൻ ആൻഡ് യു വിൽ നെവർ ഫീൽ ലൈക്ക് യു ആർ വർക്കിംഗ് അഗൈൻ. നിങ്ങളത് കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് അല്ലെങ്കിൽ കരിയർ നീ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു ഡോണ്ട് ഹാവ് ടു വർക്ക്. നിങ്ങൾക്കത് കുറച്ചുകൂടി ഈസി ആയിരിക്കും, ഫോളോ ത്രൂ ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷെ അതിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. ബിക്കോസ് ഈവൻ ഇഫ് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലി, ഏറ്റവും ഇഷ്ടമുള്ള ബിസിനസ്, ഏറ്റവും ഇഷ്ടമുള്ള ടാസ്ക് നീ ചെയ്യുകയാണെങ്കിലും യു വിൽ ഹാവ് ടു വർക്ക്. വാട്ട് ഈസ് വർക്ക്? ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി is a cricket man, as you all know. അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആൾ ഏറ്റവും ഇഷ്ടത്തോടു കൂടിയാണ് കളിക്കുന്നത്. ഹി ലിവ്സ് ആൻഡ് ബ്രീത്ത് ക്രിക്കറ്റ്, അല്ലേ? പക്ഷേ ഹൗ ഇസ് ഹി സോ സക്സസ്ഫുൾ? ഹി ഹാസ് പുട്ട് ഇൻ ദ വർക്ക്, അല്ലേ? അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ജോലി നീ ചെയ്യുകയാണെങ്കിൽ നീ വർക്ക് ചെയ്യണം. പാഷൻ ആണെന്ന് പറഞ്ഞിരുന്നിട്ട്, നിനക്കതിൽ ടാലൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നിട്ട്, സ്കില്ലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. You have to work on it daily. You have to work on yourself daily. That is the work. അപ്പോൾ don't think life will be easy when you choose the right career. It will still be the same. You will still have to go through the pain. വിചാരിക്കുന്ന പോലെ തന്നെ പെയിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഈ പെയിനിലൂടെ പോവും. നിനക്ക് ഒരു ഈസി ഷോർട്ട് കട്ട് നിനക്ക് കിട്ടൂല. പക്ഷെ the thing is, when you find a career that you love, the pain will make sense. You will have a meaning to what you do. നീ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിനക്കൊരു മീനിങ് ഉണ്ടാവും. നിനക്കറിയാം നീ ചെയ്യുന്നത് ഇപ്പോൾ അല്ലെങ്കിൽ നാളെ നിനക്ക് അതിന് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നറിയാം. അപ്പോൾ ഞാൻ ക്രിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഹി ലവ്സ് ക്രിക്കറ്റ്, ഹി ബ്രീത്ത്സ് ക്രിക്കറ്റ്, എല്ലാം ക്രിക്കറ്റാണ്. പക്ഷെ അവിടെ അയാൾ എല്ലാ ദിവസവും എണീക്കുന്നുണ്ട്, നേരത്തെ എണീക്കുന്നുണ്ട്, ട്രെയിൻ ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ആൾക്ക് ജസ്റ്റ് ക്രിക്കറ്റ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതിയാവും. പക്ഷെ ഹി ഡസ് മൾട്ടിപ്പിൾ തിങ്സ്, അല്ലേ? ഹി ട്രെയിൻസ്, ഹി മെഡിറ്റേറ്റ്സ്, ഹി ഡു എവറി അതർ തിങ്. Not only the, practicing cricket. This is the work. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും വർക്ക് ചെയ്യണമെന്ന് ഒരു ഫീൽ ഉണ്ടാവില്ല, ഒരു തോന്നലുണ്ടാവില്ല. പക്ഷെ യു ഹാവ് ടു ഡു ദ വർക്ക്. എന്നാലേ ഈ ഉദ്ദേശിച്ച റിസൾട്ട്സ് എനിക്ക് കിട്ടുള്ളൂ. അത് ഞാൻ പറയാൻ കാരണം, മോസ്റ്റ് ഓഫ് ദം തിങ്ക് പാഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് പോയാൽ മതി. അങ്ങനെയല്ല. You should have discipline. You should have a sense of purpose. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കാര്യമില്ല. ഇറ്റ്സ് ജസ്റ്റ് എൻ എക്സ്റ്റൻഷൻ ഓഫ് യുവർ ലൈഫ്. ലൈഫിൻ്റെ ഒരു പാർട്ടായിരിക്കും, ലൈഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും അത്. സോ ഡു ഇറ്റ്.